നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി ചിന്നയ്യ അറസ്റ്റ് നീണ്ട 17 മണിക്കൂർ ചോദ്യം ചെയ്യലിന് പിന്നാലെ. ചിന്നയ്യ 10 ദിവസം SIT കസ്റ്റഡിയിൽ. ഭാരതത്തിന്റെ ബഹിരാകാശ നിലയം ഉടൻ. ഗഗൻയാൻ ദൗത്യം പുതിയ നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളിലൂടെ ബഹിരാകാശ പുതുപ്പെന്നും പ്രധാനമന്ത്രി. വാതുവെപ്പ് കേസിൽ കർണാടക കോൺഗ്രസ് MLA KC വീരേന്ദ്ര അറസ്റ്റിൽ. ED അറസ്റ്റ് ചെയ്തത് ഗുവാഹത്തിയിൽ നിന്ന്. വിവിധ സംസ്ഥാനങ്ങളിൽ EDയുടെ പരിശോധനയിൽ നടത്തിയ 12 കോടി രൂപയും 6 കോടിയുടെ സ്വർണവും. അമേരിക്കയ്ക്ക് മറുപടി നൽകി ഭാരതം. രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഒത്തുതീർപ്പിനില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആവശ്യമെങ്കിൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കും. അയ്യപ്പ സംഗമവേദി ഹിന്ദു വിരുദ്ധതയുടെ സംഗമഭൂമിയാക്കാൻ സംസ്ഥാന സർക്കാർ. ഭക്തസംഗമത്തിലെ മുഖ്യാതിഥി MK സ്റ്റാലിൻ. അയ്യപ്പന്റെ പേരിൽ ഹിന്ദുക്കളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപം. കേരള ക്രിക്കറ്റ് ലീഗിൽ ബ്ലൂ ടൈഗേഴ്സിന് ജയം. ആലപ്പി റിപ്പിൾസിനെ പരാജയപ്പെടുത്തിയത് 34 റൺസിന്. M ആഷിഖും KM ആസിഫും 4 വിക്കറ്റുകൾ വീഴ്ത്തി. വിശദമായ വാർത്തകളിലേക്ക്. അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതം. രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒത്തുതീർപ്പുണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്നത് ദൃഢനിശ്ചയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, താരിഫ് വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുള്ള അമേരിക്കയ്ക്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാടാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് യാതൊരു തരത്തിലും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പും സാധ്യമല്ല. അതിനപ്പുറം അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യവുമായും നല്ല ബന്ധം സൂക്ഷിക്കാനും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജ്യ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ച കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും അമേരിക്കയുമായി ഉണ്ടാകില്ല എന്നാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലപ്പെടുത്തും. ഭാരതം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് രാജ്യ താൽപ്പര്യങ്ങൾക്കനുസരിച്ചും ഒപ്പം വിപണിയിലെ മൂല്യങ്ങൾക്കനുസരിച്ചുമാണ് ഓരോ രാജ്യങ്ങളുമായും വ്യാപാരത്തിൽ ഏർപ്പെടുന്നത്. റഷ്യയുമായും അങ്ങനെ തന്നെയാണ്. ഇനി ആവശ്യമെങ്കിൽ റഷ്യയുമായുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തും. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന ഒരേ ഒരു രാജ്യം ഭാരതമല്ല, നിരവധി രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലും അമേരിക്ക വരെയും റഷ്യയുമായുള്ള വ്യാപാരം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ വ്യാപാരം ചെയ്യുക, അതല്ലെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാ രാജ്യങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധത്തിലേർപ്പെടും. ഒപ്പം രാജ്യത്തിനകത്തെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. അതൊരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തിക്കൊണ്ട് ഭാരതം മുൻപോട്ട് പോകും എന്നുള്ളതാണ് S ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള നിലപാട് ഈ ഒരു വിഷയമുണ്ടായ ഉടൻ തന്നെ, അതായത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വിഷയത്തിലാണ് അമേരിക്ക ആദ്യം 25% പിന്നീട് 25% അധിക തീരുവയും ഏർപ്പെടുത്തിക്കൊണ്ട് 50% മുകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ അമേരിക്കയുമായി യാതൊരു തരത്തിലും രാജ്യ താൽപ്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒത്തുതീർപ്പിലേക്ക് പോകില്ല. അറിയാം, ചില പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. എന്നാൽ അത്തരം പ്രത്യാഘാതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത്തരം പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ഭാരതത്തിന് ഇന്ന് സാധിക്കും. ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്താനാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്ന നിലപാട് ഒരിക്കൽ കൂടി ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചെയ്തിട്ടുള്ളത്. രാജ്യ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തി കൊടുക്കും. അത് അവരെ സംരക്ഷിക്കുമെന്നുള്ളതൊരു ദൃഢനിശ്ചയമാണ് എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ
ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്കൊരു വളർച്ച ഭാരതത്തിന് കൈവരിക്കുന്നു, അല്ലെങ്കിൽ നിരവധി ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുടെ തീരുമാനത്തെക്കാൾ കൂടുതൽ സ്വീകാര്യതയും പ്രിയവുമുള്ളത് ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടുകളാണ് എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടാനുള്ള വിവിധ തരത്തിലുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനെ ഏത് രീതിയിലും മറികടക്കാൻ സാധിക്കും. നിലവിലുള്ള അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയാൽ പോലും അതിനപ്പുറത്തേക്കുള്ള ലോക വിപണിയിലേക്ക് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും അതിന് മികച്ച മൂല്യം കണ്ടെത്താനും സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് വിദേശകാര്യമന്ത്രിയുടെയും ഒപ്പം പ്രധാനമന്ത്രിയുടെയും എല്ലാം വാക്കുകൾക്ക് കരുത്തു പകരുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിയുന്നു. ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി ചിന്നയെ അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചിന്നയെ 10 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്ന ക്ഷേത്ര നഗരിയിലെ നിറം പിടിപ്പിച്ച കഥകളും കള്ളങ്ങളും ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. 17 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുഖംമൂടി ധരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിലെ 17 ഇടങ്ങളിലായി നൂറുകണക്കിന് സ്ത്രീകളെ താൻ കുഴിച്ചിട്ടു എന്നാണ് ആരോപണം ഉന്നയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഈ 17 ഇടങ്ങളിലും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 32 അടിയോളം ആഴത്തിൽ കുഴിച്ചു നോക്കിയെങ്കിലും ഒരു സ്ത്രീയുടെ പോലും അസ്ഥികൾ കണ്ടെത്താനായില്ല. ഇതോടെയാണ് മുഖംമൂടിക്കാരനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇന്നലെ രാവിലെ 10 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 17 മണിക്കൂർ നീണ്ടുനിന്നു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിൽ ഉടനീളം മുഖംമൂടിക്കാരൻ പറഞ്ഞത്. മാത്രമല്ല, എല്ലാത്തിനുമൊടുവിൽ തന്നെക്കൊണ്ട് ചിലർ എല്ലാം ചെയ്യിപ്പിച്ചതാണെന്നും ശുചീകരണ തൊഴിലാളി സമ്മതിച്ചു. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മലയാളിയായ മനാഫ് ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് കൂടി താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത് എന്നതും പ്രത്യേകതയാണ്. അതിനിടെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ തൻ്റെ മകളെ ക്ഷേത്രമുറ്റത്ത് വെച്ച് കാണാതായി എന്ന പരാതി ഉന്നയിച്ച സുജാത ഭട്ട് തനിക്ക് മകളില്ല എന്നത് സമ്മതിച്ചു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ കള്ളം പറഞ്ഞതാണെന്ന് സുജാത സമ്മതിച്ചത്. മലയാളിയായ ജയൻ ടി, ഗിരീഷ് മട്ടണ്ണ എന്നിവരാണ് തന്നോട് കള്ളം പറയാൻ പറഞ്ഞതെന്നാണ് സുജാത പറയുന്നത്. മലയാളിയായ മനാഫ് ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും. നേരത്തെ സുജാതയ്ക്ക് മകളില്ല, കള്ളമാണ് പറയുന്നത് എന്നത് സംബന്ധിച്ച് തെളിവുകൾ സഹിതം ജനം ടിവിയും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ടി വി വാർത്ത ശരിവെക്കുന്നത് കൂടെയാണ് സുജാതയുടെ പുതിയ തുറന്നു പറച്ചിൽ. സുജാതയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്നുൾപ്പെടെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം സുജാതയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മറ്റൊരു ദിവസം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ധർമ്മസ്ഥലയെയും മഞ്ജുനാഥ ക്ഷേത്രത്തെയും തകർക്കാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ധർമ്മസ്ഥല വിവാദത്തിൽ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടിയെന്ന ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി തന്നെ അറസ്റ്റിലാവുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഇടത് ജിഹാദി സംഘം തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാവുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് വിശ്വാസി സമൂഹം. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം. വീണ്ടും വാർത്തകളിലേക്ക്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മു കശ്മീർ സന്ദർശിക്കും. മിന്നൽ പ്രളയം നാശനഷ്ടമുണ്ടാക്കിയ കിഷ്ത്വാർ മേഖലയിലാണ് പ്രതിരോധ മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുക. ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും അദ്ദേഹം വിലയിരുത്തും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം? വിഷ്ണു, നാളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലെത്തും. അവിടെ കിഷ്ത്വാർ, കത്വ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ, അതായത് പ്രകൃതി ദുരന്തം വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തിട്ടുള്ള മേഖലകളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വിലയിരുത്തും. കിഷ്ത്വാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 60-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 160-ലധികം പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട്. അതിലധികം പേരെയും കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അവിടെ ദുരിതാശ്വാസ
പ്രവർത്തനങ്ങളും ഈ അവിടെ ഇടിഞ്ഞു വീണിട്ടുള്ള മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം മാറ്റുന്ന നടപടികളും ഇപ്പോഴും തുടരുകയാണ്. ആ മേഖല രാജ്നാഥ് സിംഗ് നേരിട്ട് സന്ദർശിക്കും. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെല്ലാം രീതിയിലുള്ള സഹായം നൽകാനാകും, കൂടുതൽ സഹായം നൽകാനാകും എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ മന്ത്രിക്കൊപ്പം ഉണ്ടാകും. കത്വ മേഖലയിലും രാജ്നാഥ് സിംഗ് സന്ദർശിക്കും. അവിടെ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ 4-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 2 മേഖലയിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാദൗത്യം നടന്നത്. അത്തരത്തിൽ പ്രകൃതി ദുരന്തം നാശം വിധിച്ച ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുള്ള മേഖലകളിലാണ് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പദ്ധതികൾ ഇവ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശകലനം നടത്തുന്നതിനും കൂടുതൽ സഹായം അവിടേക്ക് എത്തിക്കുന്നതിനുമാണ് പ്രതിരോധ മന്ത്രി നേരിട്ടെത്തുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്രതിരോധ മന്ത്രി വിലയിരുത്തും. അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ആഴ്ച സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക അഭ്യാസ പ്രകടനവും നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. അതിർത്തിയിൽ തുടർച്ചയായി ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിലവിൽ അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ഇവയും ജമ്മു കാശ്മീരിലെത്തുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ കോൺഗ്രസ് MLA KC വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനം, ഓൺലൈൻ വാതുവെപ്പ് എന്നീ കേസുകളിലാണ് അറസ്റ്റ്. പരിശോധനയിൽ 12 കോടി രൂപയും സ്വർണവും പിടിച്ചെടുത്തു. നിയമവിരുദ്ധമായ ഓൺലൈൻ വാതുവെപ്പ്, അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ കർണാടകയിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. സിക്കിമിലെ ഗാംഗ്ടോക്കിൽ നിന്നാണ് കോൺഗ്രസ് MLA പിടിയിലായത്. കർണാടകയിലെ ചിത്രദുർഗ് മണ്ഡലത്തിലെ MLAയാണ് KC വീരേന്ദ്ര. ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിക്ക് വേണ്ടി കാസിനോവ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് KC വീരേന്ദ്ര സിക്കിമിലെത്തിയത്. KC വീരേന്ദ്രയുടെ വസതി, ഓഫീസ് കൂടാതെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വസതികളിലുമായി 31 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. 12 കോടി രൂപ, 6 കോടി രൂപ വില വരുന്ന സ്വർണം, 1 കോടി രൂപയുടെ വിദേശ കറൻസി, അന്താരാഷ്ട്ര കാസിനോ അംഗത്വ കാർഡുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ MLA നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്നും കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഏജൻസി അറിയിച്ചു. ജനം, ഡൽഹി. ഭാരതം ചന്ദ്രനിൽ കയ്യൊപ്പ് ചാർത്തിയിട്ട ഇന്നേക്ക് 2 ആണ്ട്. എക്കാലവും ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന സുവർണ നേട്ടം ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഇന്ന് ബഹിരാകാശ ദിനം ആചരിക്കുകയാണ് രാജ്യം. ബഹിരാകാശ ചരിത്രത്തിലെ ഏടായി മാറിയ ചന്ദ്രയാൻ 3 ദൗത്യത്തെക്കുറിച്ച് അറിയാം. 2023 ഓഗസ്റ്റ് 23, സമയം വൈകുന്നേരം 6 മണി. രാജ്യം മുഴുവൻ ഒറ്റ സ്ക്രീനിലേക്ക് ചുരുങ്ങിയ ധന്യമുഹൂർത്തം. ത്രിവർണ പതാക ചന്ദ്രന്റെ പ്രതലത്തിൽ സ്പർശിക്കുന്നത് കാണാനായി നെഞ്ചിടിപ്പോടെ ഇന്ത്യ മഹാരാജ്യം കാത്തിരുന്ന നിമിഷങ്ങൾ. 3, 2, 1, 0. സമയം 6 മണി 4 മിനിറ്റ്. ലാൻഡിങ്ങിനായി ലക്ഷ്യമിട്ടിരുന്ന 4.5 കിലോമീറ്റർ വീതിയുള്ള പ്രദേശത്തിന്റെ മധ്യത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങി. പെട്ടെന്ന് TV സ്ക്രീനിൽ കരഘോഷം, ഹസ്തദാനം. 140 കോടി പേരുടെ ചങ്കിടിപ്പിന്റെ വിലയായിരുന്നു ബംഗളൂരുവിലെ ശാസ്ത്രജ്ഞരുടെ ആ സന്തോഷം. പിന്നാലെ ഇസ്രോ മേധാവി S സോമനാഥിന്റെ സ്ഥിരീകരണം. മണിക്കൂറുകൾക്ക് ശേഷം ആദ്യ ചിത്രവും പേടകം ഭൂമിയിലേക്ക് അയച്ചു. 2023 ജൂലൈ 14-നായിരുന്നു GSLVയുടെ ചിറകിലേറിയുള്ള ചന്ദ്രയാൻ 3ന്റെ യാത്ര. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുകയായിരുന്നു ലക്ഷ്യം. 39 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രോപരിതലത്തിലെത്തിയത്. ഇതോടെ ചന്ദ്രനിലിറങ്ങുന്ന 4ാമത്തെ രാജ്യവും ദക്ഷിണധ്രുവ മേഖലയിൽ എത്തുന്ന ആദ്യ രാജ്യവുമായി ഭാരതം മാറി. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് വിവരങ്ങളാണ് പേടകം ഭൂമിയിലേക്ക് അയച്ചത്. കുറഞ്ഞ ചിലവിൽ മികവ് തെളിയിക്കുന്നതിൽ ഭാരതം ബഹുദൂരം മുന്നിലാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലോകമാധ്യമങ്ങൾ വരെ ഭാരതത്തിന്റെ തനത് മികവിനെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയ്ക്കാണ് പിന്നെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിൽ ഭാരതത്തിന്റെ കുതിപ്പ് വരും വർഷങ്ങളിൽ തുടരുമെന്നും യുവാക്കൾക്കായി വൻ അവസരങ്ങളാണ് ഒരുങ്ങുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ഗഗൻയാൻ ദൗത്യം മറ്റൊരു നാഴികക്കല്ലാകുമെന്നും ഡൽഹിയിലെ ദേശീയ ബഹിരാകാശ ദിന പരിപാടിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ഈ ഒരു വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകും. അടുത്തതായി ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ. രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലാണ് ഭാരതത്തിന് സ്വന്തമായൊരു ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുമെന്ന വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ബഹിരാകാശ യാത്രികരുടെ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. പുതിയ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കുന്നത് ഭാരതത്തിലെ ശാസ്ത്രജ്ഞരുടെ പതിവായി മാറിയെന്നും ഗഗൻയാൻ ദൗത്യം മറ്റൊരു നാഴികക്കല്ലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രിവർണ്ണ പതാക പാറിച്ച ശുഭാംശു ശുക്ലയുടെ ദൗത്യം രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अनडॉकिंग की क्षमता रखने वाले दुनिया के चौथे देश भी बन गए हैं. अभी 3 दिन पहले ही मेरी ग्रुप कैप्टन शुभांशु शुक्ला से मुलाकात हुई है. उन्होंने इंटरनेशनल स्पेस स्टेशन पर तिरंगा फहराकर हर भारतीय को गर्व से भर दिया. जब वो तिरंगा मुझे दिखा रहे थे, वो जो पल थी, जो अनुभूति थी, वो शब्दों से परे है. ग्रुप कैप्टन शुभांशु से हुई चर्चा में मैंने नए भारत के युवा के असीम हौसले और अनंत सपनों को देखा है. इन सपनों को आगे बढ़ाने के लिए हम भारत का एस्ट्रोनॉट पूल भी तैयार करने जा रहे हैं. ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത 2023 ഓഗസ്റ്റ് 23 ചരിത്ര ദിനമായിരുന്നുവെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പരിപാടിയിൽ പറഞ്ഞു. ചന്ദ്രയാൻ 3ന്റെ ലാൻഡിംഗ് സ്ഥലത്തിന് ശിവശക്തി എന്ന് പേര് നൽകിയത് പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും പിന്തുണയുമാണ് കരുത്തെന്നും ISRO ചെയർമാൻ പറഞ്ഞു. National Space Day, I think we have to thank a couple of people. 23rd August 2023 was a historical day. India successfully soft landed Chandrayaan 3 near the south pole of moon, and we became the only one country and first country successfully soft landed near the south pole of moon. On this occasion, first of all, I have to express our gratitude to all the people for that great achievement. Honorable Prime Minister of India, who is a visionary leader, and our minister, who has given directions and guidelines to carry out the space activities. It was Honorable Prime Minister who named the spot where the Chandrayaan 3 landed as the Shivashakti point. Also declared 23rd August as the National Space Day. And let us give a big hand and our gratitude to Honorable Prime Minister of India for declaring this as a National Space Day, also guiding us and directing us to take Indian space program to greater and greater heights to meet the Viksit Bharat 2047. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.